എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വീഡിയോ രാജ്യാന്തര സെക്സ് റാക്കറ്റ് അലീന, മഞ്ജിമ, സിന്ധു എന്നൊക്കെ പറയുന്ന അവരെ കുറിച്ചാകാൻ ഓർത്ത്. പഴമക്കാർ പറയാറില്ലേ പെണ്ണ് ഉരുമ്പിട്ടായിരുന്നു. എന്റെ പൊന്നെ, നമ്മുടെ കേരളത്തിലെ പെണ്ണ് ഉരുമ്പിട്ട പെണ്ണുങ്ങളെ ഇന്ദ്രനും ചന്ദ്രനും തടുക്കാനാവില്ല എന്ന് പറയുന്നു. ദൈവത്തിന് പോലും തടുക്കാനാവില്ല. സ്ത്രീകൾ ക്രൂരയാകാൻ ഇറങ്ങിത്തിരിച്ച പുരുഷന്മാരെ പോലെയല്ല. സഹിക്കാൻ പറ്റില്ല. നമ്മുടെ കൂടത്തായ ജോളി, സരിതയൊക്കെ എന്താണ് ചെയ്തത് ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു മന്ത്രിസഭയെ തന്നെ തോരംഗം വെച്ച് താരയിടാനുള്ള കഴിവേ. സ്വപ്ന സുരേഷ്, ഈ കൂടത്തായ ജോലിയൊക്കെ ചെയ്ത ആ പരമ്പര നമ്മൾ ഇങ്ങോട്ടിങ്ങനെ മനസ്സിലൂടെ പോയാലേ എന്താ ഒരു സ്ത്രീയാണേ. നമുക്കൊക്കെ ആ സ്ത്രീയാന്ന് പറയുമ്പോൾ തന്നെ എന്തോ ഒരു പോലെയാ തോന്നുന്നത്. അതേപോലെ തന്നെ അലീന സുന്ദരിയാണ്. വായിന്ന് മതിരിക്കുന്ന വാക്കുകളൊക്കെയാണ് പുറത്ത് വീഴുന്നത്. ഇപ്പൊ പോലീസുകാരുടെ കൂടെ ഇടയിരുന്ന് പോകുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഭീഷണിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം എന്തായിരുന്നു, നിങ്ങളെല്ലാം വാർത്ത കണ്ട, എന്നാലും ഒന്ന് ചുരുക്കത്തിൽ പറയാം. അപ്പൊ ഇതാണ് ഈ കേരളത്തിൽ ഇപ്പോൾ ഒരു നല്ല മാറ്റമാണ് വന്നിരിക്കുന്നത്. പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ വിവാഹം കഴിക്കുന്നില്ല, പുരുഷന്റെ അടിമയായിട്ട് ഇങ്ങനെ അവരുടെ കുഞ്ഞുങ്ങളെ പെറ്റുപ്രസവിച്ച് ഇങ്ങനെ കാലങ്ങളോളം അതിനോടൊന്നും താല്പര്യമില്ല, വിവാഹമേ വേണ്ട. പല പല പുതിയ പുതിയ മേഖലകളൊക്കെ തേടി പോവുക, അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ രീതി. സ്വന്തം കാലിൽ നിൽക്കുക. അപ്പം ഈ സിനിമയിലേക്കുള്ള കുറുക്കു വഴിയാണ് ഈ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ ചാടിക്കയറാം സിനിമയിലേക്ക്. രണ്ടാമത് ഈ സ്വന്തമായിട്ട് നല്ലൊരു വരുമാനം, പേരും പ്രസക്തി, ഈസി ആയിട്ട് പേരും പ്രസക്തിയും കൂടെ ഇനി കൂടെ പോയി നാലാൾ അറിയും, ആരാധിക്കാൻ ആൾക്കാർ, അങ്ങനെയൊക്കെ മോഡലിംഗിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ ഇഷ്ടം പോലെ മിസ് വേൾഡ്, മിസ് യൂണിവേഴ്സ്, അങ്ങനെയൊക്കെ എത്തിച്ചേരാം, വലിയ വലിയ നിലയിൽ എത്തിച്ചേരാം. അപ്പം ആ ഒരു മേഖലയ്ക്ക് പെൺകുട്ടി ഇച്ചിരിയൊക്കെ ഒരു തൊലി വെളുപ്പൊക്കെയുള്ള പെൺകുട്ടികൾക്കെല്ലാം ഈ ഒരു ആഗ്രഹം ഇപ്പൊ കേരളത്തിലുണ്ട്. ഒത്തിരി പേരുണ്ടല്ലോ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ തന്നെ കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇതാണ് അലീന ചൂഷണം ചെയ്ത്. അതായത് ആ മോഡലിംഗ് രംഗത്തുള്ളവരെ, അപ്പം കാണാനും ഭംഗിയുള്ളവരെ കിട്ടും എന്നുള്ള ഒരു പോയിന്റ് അടക്കണം. അങ്ങനെയുള്ളവരെ ഇവരൊരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി തുടങ്ങുന്നു. എന്നിട്ട് അവർ അതിന്റെ പേജ് ഇൻസ്റ്റയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് അവരവിടെ പരസ്യം ചെയ്യുന്നു. എന്ത് പരസ്യം ചെയ്യുന്നു? നിങ്ങൾ ചെറിയ തുക കേട്ടോ, ചെറിയ തുക അടച്ചാൽ ഇവിടുന്ന് നേരെ ദുബായി പോയിട്ട് ഒരു വർക്ക്ഷോപ്പ് കൊടുക്കും. വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സിനിമയിലെ പുതുമുഖങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരാഴ്ച അവരെ ഈ ക്യാരക്ടർ ആകാൻ വേണ്ടി പഠിപ്പിക്കും. അതിനൊക്കെ പറയുന്നതാണ് ഈ വർക്ക്ഷോപ്പ്. അതേപോലെ ഇവരെ മോഡലിംഗ് എങ്ങനെ തുടങ്ങാം, ഒരു ആഗ്രഹമേ ഉള്ളിലുണ്ടെങ്കിൽ മതി, ബാക്കിയൊക്കെ അവർ വാർത്തെടുത്തോളൂ. അതായത് ക്യാറ്റ് വാക്ക് എങ്ങനെ, തുണിയിൽ നടക്കണേ എങ്ങനെ. ശരിയാണ്, ഈ മിസ് വേൾഡ് ഒക്കെ ആകാനുള്ള ആ ഓരോ ഘട്ടങ്ങളിലൂടെ പോകുമ്പോൾ സ്വിമ്മിങ് സൂട്ട് ഇട്ട് നടക്കാനും, ഏതോ ഒരു എക്സാമിൽ അധികം തുണി ഇല്ലാന്നുള്ള ഒരു എക്സാം മിസ് വേൾഡിനൊക്കെ ഉണ്ടെന്നൊക്കെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണെങ്കിലും അങ്ങനെ എല്ലാ തരത്തിലും ഒരു പരുവമാക്കി ഇവരെടുക്കും. എടുത്തിട്ട് ഇവർ ഒരു സമ്മാനം കിട്ടും. അങ്ങനെ ഒരു മോഡലായിട്ട് ഉയർന്നു വരാൻ നാളെ സിനിമയിലെത്താം. ഇതൊക്കെ ആയിരിക്കാം സ്വപ്നങ്ങൾ. ആ സ്വപ്നങ്ങളൊക്കെ വെച്ച് ഇവന്റ് പരസ്യം ചെയ്തു. ഇങ്ങനെ ചെറിയ തുക മതി എന്ന് പറയുമ്പോൾ തന്നെ ചാടി വീഴും. അതാണ് വേറൊരു കാര്യം. വലിയ തുകയൊന്നും വേണ്ട. പിന്നെ എന്താണ്, ഒരു മോഡലാക്കി വാർത്തെടുത്ത് വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ സ്വപ്നം ഉള്ളവരൊക്കെ അതിലോട്ട് വന്നുള്ളൂ. അന്നേരം അലീന മാത്രം അത് പറഞ്ഞാൽ, അലീന ആ പരസ്യം ഇട്ടിട്ടുണ്ട്, അലീന മാത്രം അത് പറഞ്ഞാൽ ആര് കേൾക്കാൻ? അതിനുവേണ്ടി സെലിബ്രിറ്റീസ് ഒക്കെ ആയിട്ടുള്ള, എന്നാൽ വലിയ വലിയ ഇതുള്ളവരല്ല, നമ്മുടെ മെറീന, നമ്മുടെ രഞ്ജിനി ഹരിദാസ്, ശ്രുതി തമ്പി, എന്തുകൊണ്ട് ഇവരെയൊക്കെ തെരഞ്ഞെടുത്തെന്നറിയില്ല. അങ്ങനെ അവരെ കൊണ്ടൊക്കെ ഇതിന് പരസ്യം കൊടുത്തു. ഇഷ്ടം പോലെ പെൺപിള്ളാര് അത് ചെന്ന് വീഴുമ്പോൾ ചെല്ലുമ്പോൾ തന്നെ ഹോട്ടലിലാക്കുന്നു. ഹോട്ടലിൽ നിന്ന് അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നു. അതിൻ്റെ അകത്ത് മയക്കുമരുന്ന് കൊടുക്കുന്നു. മയക്കുമരുന്ന് വെച്ചിട്ട് ഇഷ്ടം പോലെ ആണുങ്ങൾക്ക് വിൽപ്പന നടത്തുന്നു. ആണുങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ സീനൊക്കെ എടുത്തു വെക്കുന്നു. ബോധം തെളിയുന്ന വലിയ ബോധം തെളിയുന്ന ഘട്ടമില്ല. ബോധം തെളിയുന്ന ആ ഘട്ടത്തില് ഇവരുടെ കുടുംബത്തിലേക്ക് അത് അയച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെയുണ്ട്, കുടുംബത്തിലേക്ക് വിളിച്ചിട്ട് ഇവര് ആണുങ്ങളുടെ കൂടെ ആറാടി നിൽക്കുന്ന ഫോട്ടോയും കൂടെ ഒക്കെ അയച്ച് മൊത്തത്തിൽ ഇവരെ അങ്ങ് നാറ്റിച്ച് അങ്ങ് ഇല്ലാതാക്കും. ചെന്ന് പെട്ടുപോയി. പിന്നെ ഇപ്പൊ ഇഷ്ടംപോലെ ദുബായിലും മലയാളി പെൺകുട്ടികളൊക്കെ പെട്ടിട്ടുണ്ട്. നമ്മുടെ പോലീസിന് അതിനെ അവരെയൊക്കെ രക്ഷിക്കാൻ പറ്റട്ടെ എന്നാലേക്ക് ഇപ്പൊ അങ്ങനെ ടോട്ടലി പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോ നമുക്ക് വാർത്ത കേൾക്കാം. വാർത്തയിൽ അലീന ഇപ്പം രഹസ്യമൊഴി പോലീസിന് കൊടുത്ത പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്ന ഒരു രീതിയുണ്ട്. ഞാനൊന്നും ചെയ്തില്ലേലും വേറൊരുത്തനുണ്ട്, അവൻ വിടുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ ഒരു ഇതിൽ കേസായതിന് ശേഷമുള്ള ഒരു വോയിസ് അലീനയുടെ. ഇവരെയൊക്കെ പിടിപാട് ഓർക്കണം. ആ കൂടെ ആ വാർത്തയും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് എന്ത് തേങ്ങയാവട്ടെ, ഒരു കേസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷെ നമുക്കോ എനിക്കോ ഇപ്പൊ ഇക്കാക്കായാലും എന്ത് പണി എന്തായാലും കള്ളപ്പനവും ഉടായ്പൊക്കെ കാണിച്ചാലും നമ്മൾ അണ്ണാക്കി തേച്ച് കൊടുക്കും. അത് ഞാൻ ചിലപ്പോൾ വെടിവയ്ക്കും, പക്ഷെ അയാള് അണ്ണാക്കി തരും. അതൊന്ന് ആലോചിച്ച് വെച്ചേക്ക്.
ഇന്നലെയാണ് ഈ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട് രാജ്യാന്തര സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നമ്മൾ പുറത്തുവിട്ടത്. അതിൽ 2 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു, അലീനയും അതോടൊപ്പം തന്നെ മഞ്ജിമയും. അവർ റിമാൻഡിലാണ്. മറ്റൊരാൾ സിന്ധുവിനെ മുംബൈയിൽ നിന്ന് ഇന്നെത്തിക്കും. ഇതിലിപ്പോൾ അലീനയുടെ ഒരു ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. ഈ കേസിൽ പരാതി പറയാൻ, അതായത് പരാതി പറഞ്ഞ ശേഷം രഹസ്യമൊഴി നൽകാൻ ഒരു പെൺകുട്ടി കോടതിയിലെത്തി ആ രഹസ്യമൊഴി നൽകി പുറത്തിറങ്ങുന്ന ഘട്ടത്തിലാണ് അലീന ഇത്തരത്തിലൊരു ശബ്ദ സന്ദേശം ഈ പെൺകുട്ടിക്ക് അയച്ചത്. വളരെ ചിരിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന രീതിയാണ് അലീന സ്വീകരിച്ചിട്ടുള്ളത്. അതായത് തങ്ങൾക്കെതിരെ പരാതി നൽകിക്കഴിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് രത്ന ചുരുക്കം. അതിൽ ഒരാളെക്കുറിച്ച് കൂടി പരാമർശിക്കൊണ്ട്, പേര് പറയുന്നില്ല എങ്കിൽ പോലും അയാൾ നിങ്ങളെ വകവരുത്തും, അല്ലെങ്കിൽ അയാൾ നിങ്ങളെ ഭീഷണിപ്പെടുത്തും, പണിതരും എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അതാരാണ് എന്നുള്ളതിലേക്കാണ് ഇപ്പോൾ അന്വേഷണം എത്തുന്നത്. അലീനയ്ക്ക് കൊച്ചിയിലെ ഗുണ്ടാ നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ട്. ഒരു ഗുണ്ട തന്നെ അലീനയുടെ ആൺ സുഹൃത്താണ്. അപ്പോൾ അയാളാണോ ഈ അലീന ഈ ഫോൺ സംഭാഷണത്തിൽ പറയുന്ന ഭീഷണിപ്പെടുത്താൻ കെൽപ്പുള്ള ആൾ എന്നുള്ളതാണ് പോലീസിന്റെ സംശയം. വിശദമായ അന്വേഷണത്തിലേക്ക് ഈ ശബ്ദ സന്ദേശം അടക്കം ഈ പെൺകുട്ടി പോലീസിന് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ഈ സെക്സ് റാക്കറ്റിന് പിന്നിൽ ഗുണ്ടാ ബന്ധങ്ങൾ ഉണ്ടോ, ഇവിടെ നിന്ന് കടത്തുന്നതിന് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നതിനൊക്കെ ഗുണ്ടകൾ ഏർപ്പെടുന്നുണ്ടോ എന്ന കാര്യത്തിൽ പോലീസിന് ഇന്നലെ തന്നെ സംശയമുണ്ടായിരുന്നു. ആ മേഖല കേന്ദ്രീകരിച്ച് അന്വേഷിക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുകയും ചെയ്തതാണ്. അതിന് കൂടുതൽ തെളിവ് നൽകുന്നതാണ് ഇപ്പോൾ ഈ അലീനയുടെ ശബ്ദ സന്ദേശം. അതിൽ ഒരാൾ മറഞ്ഞിരിപ്പുണ്ട്, അതാരെന്ന് പോലീസിന് ഇനി കണ്ടെത്തണം. അതിന് ഈ ശബ്ദ സന്ദേശം സഹായകരമാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വളരെ വിപുലമായി തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസിന്റെ തീരുമാനം. ഇത് കേവലം കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഘമല്ല, രാജ്യാന്തര സെക്സ് റാക്കറ്റാണ്, മനുഷ്യക്കടത്ത് റാക്കറ്റാണെന്ന് ഇന്നലെ പോലീസ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ നിന്ന് ഈ സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുന്ന പെൺകുട്ടികളെ ഈ സിന്ധുവിന്റെ നേതൃത്വത്തിൽ വിദേശത്തേക്ക് മോഡലിംഗിനും അതോടൊപ്പം തന്നെ ഫാഷൻ ഷോയ്ക്കും വേണ്ടി എത്തിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ അവരെ അവിടെ എത്തിക്കുന്നത് ഫ്ളാറ്റുകളിലേക്കാണ്. അവിടെ എത്തിച്ച ശേഷം ഇവരുടെ ഫോട്ടോ മറ്റുള്ള ആളുകൾക്ക് കൈമാറുന്നു. ആ ഫോട്ടോ നോക്കി വില പറയുന്നു. അതിനുശേഷം ഇവരെ ആ മുറിയിലേക്ക് എത്തിക്കുന്നു. 25,000 രൂപയാണ് മിനിമം ഈ ഇടനിലക്കാർക്ക് ലഭിക്കുന്നത്. അതിൽ 10,000-ഓളം രൂപ ഈ പെൺകുട്ടികൾക്ക് നൽകും. ബാക്കി പൈസ ഈ ഇടനിലക്കാർ പൂർണ്ണമായും അപഹരിക്കുന്ന രീതിയാണ് ഉള്ളത്. അങ്ങനെ കേസും വഴക്കൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കും, പക്ഷെ സൂക്ഷിച്ചോ, നിന്നെയൊന്നും അവൻ വെറുതെ വിടില്ല എന്നാണ് പറഞ്ഞത്. അവൻ ആരാണെന്നുള്ള ഇനി പോലീസ് കണ്ടെത്തണം. അപ്പം ഈ ഒരു സംഭവത്തില് ഇപ്പോഴും അവിടെ വരാതെ കിടക്കുന്നവരുണ്ട്. ഏതായാലും ഈ കൊണ്ടുപോയി ഇപ്പം പുറത്തായെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മോഡലിങ്ങിന് പോയ ഒരു പെൺകുട്ടിയല്ല, മോഡലിങ്ങിന് പഠിക്കാൻ പോയ പെൺകുട്ടികളെ റാപ്പിലൊക്കെ ഇറക്കാൻ വേണ്ടി മേക്കപ്പ് ചെയ്യാൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിച്ച് അവരെയും വെറുതെ വിട്ടില്ലെന്നുള്ളതാണ് സത്യം. അതാണ് സത്യം. അവരെ മയക്കുമരുന്ന് എടുത്ത് ഉപദ്രവിച്ച് അവർക്ക് 3 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. അവരുടെ കുടുംബ ഇതുങ്ങൾ നശിപ്പിച്ചു കൊടുത്തു. ഇത്രയും ചെയ്തോ പോരാ, കുടുംബത്തിലേക്ക് കണ്ടമാനം ഫോൺ ചെയ്ത് ഈ പെണ്ണ് ഓരോ പുരുഷന്മാർക്കൊപ്പം മയക്കുമരുന്നല്ലേ, അവർക്ക് ബോധമില്ലല്ലോ, പകുതി മയക്കത്തില്ലല്ലേ, ആ ഒരു പിക്ചറെല്ലാം എടുത്ത് അയച്ച് ഭർത്താവിനൊക്കെ അയച്ചു കൊടുത്ത് അവരുടെ കുടുംബം കൂടെ തകർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അവരാണ് ഇത് ഇപ്പൊ പുറത്ത് വന്നിരിക്കുന്നത്. ഇനിയിപ്പം കിട്ടാനുണ്ട് ആൾക്കാരെ പുറകെ നമുക്ക്. കേരള പോലീസ് ചില കേസിൽ വളരെ ആക്റ്റീവാണ്. ഇത് പിടിക്കും എന്നുള്ളത് തന്നെയാണ്. ദുബായ് പോലീസുമായിട്ട് കണക്ട് ചെയ്തൊക്കെ പിടിക്കും എന്ന് തന്നെ ഓർക്കാം. എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല, ഈ കാശിന് വേണ്ടി ഒരു സ്ത്രീ തന്നെ മറ്റൊരു സ്ത്രീകളെ കൊണ്ട് കൊടുക്കുന്ന കാര്യം. ഇപ്പൊ ഞാൻ ഇവിടെ അറിയാതെ പറഞ്ഞു പോകുന്നത് സൂര്യനെല്ലി സംഭവം. ഞങ്ങളുടെ സൂര്യനെല്ലിയിലാണ് നടന്നതിലും അതിൻ്റെ അകത്ത് 1-ാം പ്രതി ധർമ്മരാജ് ഞങ്ങളുടെയൊക്കെ നാട്ടുകാരനാണ്. അപ്പം അന്ന് അയാളുടെ പരിചയക്കാരുടെയൊക്കെ വീട്ടിൽ ഈ പെൺകുട്ടിയെ 42 ദിവസം കണ്ട് ആ പെൺകുട്ടിയെ കൊണ്ടുനടന്നു. അന്ന് ഇങ്ങനെ ഓരോ വീടുകളിലേക്ക് കൊണ്ടുനടന്നിട്ടുണ്ട്. പിന്നെ ഈ പത്രത്തിൽ വരാത്ത വാർത്തകളിൽ നിന്ന് നമുക്ക് നമ്മുടെ നാടായതുകൊണ്ട് അറിയാവുന്നത്, ആ പെൺകുട്ടി ഈ പലരുടെ കൂടെ കിടന്ന് മടുത്ത് ആ പെൺകുട്ടി ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കുവോ ഒക്കെ ചെയ്യുമ്പോൾ ഇവര് ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് നിലത്തൊഴിക്കും ബാത്റൂമിലേക്ക്. അപ്പൊ ബാത്റൂമിൽ നിൽക്കാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെയൊക്കെ ബാത്റൂം തുറന്ന് വെളിയിലൊക്കെ ഇറങ്ങും. അതുപോലെ കിളിരൂര് കേസ് ഓർക്കുന്നുണ്ടോ? കിളിരൂര് ഒരു പെൺകൊച്ച്, അതിന് യൂറിനറി ഇൻഫെക്ഷൻ വന്ന് അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ നടന്ന് ലാസ്റ്റ് മെഡിക്കൽ കോളേജിൽ കൊണ്ട് അതിന് പിന്നെ മഞ്ഞപ്പിത്തം ഇൻഫെക്ഷൻ എല്ലാം എല്ലായിടത്തും കയറിയിട്ട് ആ കുട്ടി മരിച്ചു പോയത്. നമ്മളിപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു വാർത്ത വരുന്ന പോലെ ചുമ്മാ ഒരു ഈസി ആയിട്ട് പറയുന്നതല്ല സത്യത്തിൽ. ഈ പീഡനം വളരെ മൃഗീയമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. അപ്പൊ അതിനൊക്കെ ഇവളും ഒരു സ്ത്രീയാണ്. ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയെ അറിയാം എന്ന് പറയാറുണ്ട്. ഇവളും ഒരു സ്ത്രീയല്ലേ ഈ അലീന? ഇവളൊക്കെ എന്താ മൃഗമാണോ എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നുന്നു. അവളുടെ ഒരു വായും, അവളും പരസ്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം അവളാണ് ഇതിന് പരസ്യം ചെയ്തത്, പിന്നീടാണ് നമ്മുടെ രഞ്ജിനി ഹരിദാസും മെറീന അവരൂരൊക്കെ പരസ്യം ചെയ്തത്. അപ്പം രഞ്ജിനി ഹരിദാസിന്റെ ആ ഒരു പരസ്യം നമുക്ക് കേൾക്കാം. Hi
everyone, Namaskaram, I'm Ranjini Haridas and I have some exciting news for all of you. Do you want to become a professional model? Well, then I have the answer for you. Elissa Events, നിങ്ങൾക്ക് വേണ്ടി ഈ വരുന്ന ജനുവരി 31 ഒരു മോഡലിംഗ് വർക്ക്ഷോപ്പ് നടത്തുന്നു as part of the International Fashion Week. ഒരു പ്രൊഫഷണൽ മോഡൽ ആവാൻ വേണ്ടി ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഈ വർക്ക്ഷോപ്പിൽ അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. So you can learn how to walk the ramp, you can have training in camera and photo shoots, acting, audition workshops, grooming, skincare and so much more. What makes this even more special is നിങ്ങളിൽ നിന്നും സെലക്ടഡ് ആയിട്ടുള്ള കുറച്ച് മോഡൽസിന് അവരുടെ ഇന്റർനാഷണൽ ഫാഷൻ വീക്കിൽ പങ്കെടുക്കാനും ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ ഡു നോട്ട് മിസ് ദിസ്. നിങ്ങൾക്ക് വേണ്ടി ഇതിന്റെ ഷോ ഡയറക്ടർ ആയിരുന്നത് മിസ്റ്റർ വിജേഷ് വയലാറാണ്. ആൻഡ് ഓഫ് കോഴ്സ് ദി ഗ്രൂമർ ആൻഡ് കൊറിയോഗ്രാഫർ ഇസ് നൺ അതർ ദാൻ ഡാലു കൃഷ്ണദാസ്. സോ വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ? ജോയിൻ റൈറ്റ് അവേ. രഞ്ജിനി ഹരിദാസ് ഇത് ചെയ്യുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. രഞ്ജിനി ഹരിദാസ് ഓൾറെഡി മിസ് കേരളയൊക്കെ ആയിട്ട് വന്നതാണ്, മോഡലൊക്കെയാണ്. പിന്നെ ഓൾറെഡി ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പുള്ളിക്കാരത്തി ആസ്ട്രേലിയയിൽ പോയി ഏതോ ഒരു കോഴ്സ് പഠിച്ചിട്ട് പോരുകയൊക്കെ ചെയ്തു. അവിടെ നിന്ന് പുള്ളി കൂടെ കൊണ്ടുപോകുന്നതാണ് ഈ മുട്ട പുഴുങ്ങി വായിലിട്ടാലുന്ന പോലെ അങ്ങനത്തെ ഒരു ഇംഗ്ലീഷ്, സായിപ്പിന്റെ ഒരു ഇംഗ്ലീഷ്, മലയാളികൾക്ക് കേട്ടുപരിചയം പോലും ഇല്ലാത്ത ഒരു ഇംഗ്ലീഷ് പറഞ്ഞു അങ്ങനെ നമ്മുടെ എല്ലാം മനസ്സുകളിലേക്ക് ചാടിക്കേറിയ ആളാണ് രഞ്ജിനി ഹരിദാസ്. ഇപ്പൊ ഏകദേശം ഔട്ടായ പോലെ ഈ അടുത്ത അതിരടിയുടെ പ്രോഗ്രാമിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഔട്ടായ പോലെ. അപ്പൊ ഇവരുടെ ലൈഫ് സ്റ്റൈലിന് പൈസ വേണം, പൈസ ഇല്ലായിരിക്കുകയല്ല. അതാണ് സെലിബ്രിറ്റീസിന് പറ്റുന്ന മറ്റൊരവസ്ഥ. അവർ ആദ്യകാലത്ത് തിളങ്ങി നിൽക്കുന്ന കാലത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അവർക്ക് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകണം, പൈസയുടെ ആവശ്യമുണ്ട്. ഇതിന്റെ അകത്തൊക്കെ ഇവരൊക്കെ വൻ തുകയാണ് ഓഫർ ചെയ്യുന്നത്. അപ്പൊ ഇവര് ആര്, എന്ത്, എവിടെ, ഇതൊന്നും നോക്കുന്നില്ല. പൈസ. ഈ സെലിബ്രിറ്റീസ് അങ്ങനെ ഒരു ഓഫർ വരുമ്പോൾ, കൊളാബ് വരുമ്പോൾ ഇവർ പൈസ എത്ര കിട്ടും എന്നുള്ളത് ചോദിക്കുള്ളൂ. എന്തിനെ കുറിച്ചാ പറയേണ്ടെന്ന് പോലും ഇവരാരും ചോദിക്കാറില്ല. യാതൊരു കമ്മിറ്റ്മെന്റ് ഇവർക്കൊന്നും ഇല്ല. അതാണ് അതിന്റെ കാര്യം. പൈസ സ്വന്തം കാര്യം എന്നും അത് ഒരു എത്തിസും ഇല്ല ഇവർക്ക്. രഞ്ജിനി ഹരിദാസിന് ഈ ഒരു ഇത് കിട്ടി. രഞ്ജിനി ഹരിദാസ് പൈസ മേടിച്ചു, വാചകം നല്ല അന്തസ്സായിട്ട് പറഞ്ഞങ്ങോട്ട് വിട്ടു. ലാസ്റ്റ് ഇങ്ങനെ വെക്കുന്ന വെയ്യൊക്കെ കണ്ടില്ല, നല്ല അന്തസ്സായിട്ട് അങ്ങ് പറഞ്ഞങ്ങ് വിട്ടു. പക്ഷെ ഇപ്പോൾ അവരുടെ തലേ വന്നിരിക്കുന്ന ശാപം എന്താന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതിനൊക്കെ ഇരയാകുന്ന സ്ത്രീകളും മയക്കുമരുന്ന് പിടിച്ച് എത്ര പേര് ഉപദ്രവിച്ച് ഇറങ്ങി പോകുന്നു. പണ്ടൊക്കെയുള്ള ഓരോ കഥകളെ, ശരീരത്തിലേക്കുന്ന ക്ഷതങ്ങളെക്കുറിച്ചും മുറിവുകളെക്കുറിച്ചും ആ മുറിവിന്റെ പുറത്ത് വീണ്ടും മുറിവുകളാകുന്നതിനെ കുറിച്ചൊക്കെ, സ്ത്രീകൾ പീഡനത്തിനോ ഇങ്ങനെ ദുബായിലൊക്കെ പോയി കാലങ്ങളോളം മുറികളിൽ അടച്ചിട്ട് പീരിയഡ്സ് ഒക്കെ നീട്ടിവെക്കാനുള്ള മരുന്നുകൾ കൊടുത്ത് ഇങ്ങനെ, എന്നിട്ട് അവർക്ക് അതുമൂലം ഉണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങളും വിശപ്പിന് പോലും ആഹാരം കൊടുക്കാതെയൊക്കെയാണ് ഇതുങ്ങൾ ചെയ്യുന്നത്. പീഡനം എന്ന് പറഞ്ഞാൽ ഇതിന്റെയൊക്കെ ശാപം എന്ന് പറഞ്ഞാൽ രഞ്ജിനി ഹരിദാസ് ഒക്കെ ആലോചിക്കാതെ കയറി ചെയ്യുമ്പോൾ അതിന്റെയൊക്കെ ശാപം അവിടെ കിട്ടും. പിന്നെ എന്ത് ശാപം കിട്ടിയാലും ഒരു പ്രശ്നമില്ല. ഇതുമായിട്ട് യോജിച്ചു പോകുന്ന ഒരാളെ കൊണ്ടും അവര് ആടി അയച്ചിരുന്നു. ആരാന്ന് വെച്ചാൽ ശ്രുതി തമ്പി. അതുകൂടെ ഒന്ന് കേട്ടുപോകാം. എത്ര മനോഹരമായിട്ട് ആ ശ്രുതി തമ്പി ചെയ്യുന്നറിയാവോ? ും സുന്ദരന്മാർക്കും ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെയൊക്കെ ചുറ്റും തന്നെ പ്രൊഫഷണൽ മോഡൽ ആവാനായിട്ട് സ്വപ്നം കണ്ടു നടക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ടാവും അല്ലെ. അതുപോലെ തന്നെ കോൺഫിഡൻസും സ്റ്റൈലും ക്യാമറ പ്രസൻസ് ഒക്കെ ഒരു പ്രൊഫഷണൽ വേയിൽ പഠിക്കാൻ ആഗ്രഹമുള്ളവരും ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ വരുന്ന ജനുവരി 31 ഇവിടെ ഒരു ഫാഷൻ മോഡലിംഗ് വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ ഫാഷൻ കൊറിയോഗ്രാഫർ ഡാലു കൃഷ്ണയാണ്. അതുപോലെ ഷോ ഡയറക്ട് ചെയ്യുന്നത് വിജേഷ് വയലാറാണ്. കൂടാതെ ഫെബ്രുവരി 1 റൂ ഹയാത്തി ഇന്റർനാഷണൽ ഫാഷൻ ഷോ നടക്കുന്നുണ്ട്. സോ ഈ ജനുവരി 31 നടക്കുന്ന മോഡലിംഗ് വർക്ക്ഷോപ്പിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നവർക്ക് ഈ ഒരു ഫാഷൻ ഷോയിൽ പങ്കെടുക്കാനുള്ള ഒരു സുവർണ്ണ അവസരം കൂടെ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. റാമ്പ് വാക്ക്, അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, സ്കിൻ കെയർ, ഒരു ക്യാമറയുടെ മുമ്പിൽ നിങ്ങൾക്ക് എങ്ങനെ പ്രസന്റ് ചെയ്യാം, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ തന്നെ എങ്ങനെ ഗ്രൂം ചെയ്യാം എന്ന് വേണ്ട ഒരു പ്രൊഫഷണൽ മോഡൽ അറിഞ്ഞിരിക്കേണ്ട എല്ലാവിധ ഐഡിയാസും ഈ ഒരു മോഡലിംഗ് വർക്ക്ഷോപ്പിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. സോ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്യേണ്ട കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഫാഷൻ രംഗത്ത് നമ്മളെ ഞെട്ടിച്ചിരിക്കുന്ന ഒരുപാട് പ്രമുഖ വ്യക്തികൾ ഈ ഒരു പരിപാടിയിൽ ഗസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഒട്ടും താമസിക്കേണ്ട, സീറ്റ്സുകളൊക്കെ വളരെ കുറവേ ഉള്ളൂ. ഇന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. നാളത്തെ റൺഡേ നിങ്ങൾക്ക് സ്വന്തമാകട്ടെ. ഈ രഞ്ജിനി ഹരിദാസിനെയും ശ്രുതി തമ്പിയെയും മെറീനെയൊക്കെ എന്തുകൊണ്ടായിരിക്കും ഇവർ ഈ ഒരു ആഡിന് വേണ്ടി സെലക്ട് ചെയ്ത്, പരസ്യം പറയാൻ സെലക്ട് ചെയ്തെന്നുള്ളത് അവർക്കേ അറിയത്തുള്ളൂ. എന്തായിരിക്കും അതിന്റെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരേ തൂവൽ പക്ഷികളാണോ ഇനി അറിയില്ല. അല്ലെങ്കിൽ പൈസ കൊടുത്താൽ എന്തും ചെയ്യുമെന്നുള്ള ഒരു ഇമേജ് ഉണ്ട്. എന്താണെന്ന് അറിയില്ല. എന്നാണെങ്കിലും ശ്രുതി തമ്പിയെ അറിയില്ലാത്തവർക്ക് വേണ്ടി പറയാം, ദുബായ്ക്കാരിയാണ് പുള്ളി. ഇവിടെ 2 കോടിയുടെയൊക്കെ വീട് ഈ അടുത്ത് വെച്ചു. അതിന്റെയൊക്കെ പാലുകാച്ചലും ഒക്കെ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. പക്ഷെ ശ്രുതി തമ്പിയുടെ ദുബായിലെ ജോലി എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അതാണ് അതിന്റെ പ്രത്യേകം. പക്ഷെ ദുബായിലുള്ള മലയാളികൾക്ക് മുഴുവൻ അറിയാം. സബ്സ്ക്രിപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഏതായാലും ടിക്ടോക്ക് ഉണ്ട്. പിന്നെ അതേപ്പറ്റി ഞാൻ പറയുന്നില്ല. എന്തേലും ആട്ടെ, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളെ എടുത്ത് പറയുന്നില്ല. അപ്പൊ പുള്ളിക്കാരത്തെയൊക്കെ ഈ ആടിന് യോജിച്ച ആളാണ്. മെറീനയാണേലും കുഴപ്പമില്ല, യോജിച്ചു പോകും. രഞ്ജിനി ഹരിദാസിനെ പണത്തിന്റെ പുറത്തായ പണം കൊടുത്ത എന്താണെന്ന് ഓർത്തായിരിക്കും അവർ വിളിച്ചേതായാലും. അപ്പൊ ടോട്ടലി പറയുവാണെങ്കിൽ ഈ ഒരു എനിക്കിതിന്റെ അകത്ത് ഒന്നേ പറയാനുള്ളൂ,
പോലീസ് ഏതായാലും ഇതുങ്ങളെ ഒന്ന് പിടിച്ചാൽ മതിയായിരുന്നുണ്ട്. കാരണം പല പീഡനകഥകൾ കേൾക്കുമ്പോൾ നമ്മൾ ചുമ്മാ ഈ വീടൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാർത്തയും പറഞ്ഞ് വീഡിയോയും ചെയ്ത് പോകുന്ന പോലെയല്ല, നരക യാതനയാണ് അതുങ്ങളെ അനുഭവിക്കുന്നത്. അപ്പം ഇനി ഇവരുടെ ഒരു രീതി, ഇവരെന്തൊക്കെയാണ് ഈ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചെയ്യുന്ന എന്താണ്, ആ പോയിട്ടുള്ള ആ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ഒരു വോയിസും കൂടെ നിങ്ങൾ കേൾക്കുക. ഞാൻ പറയുന്നത് തന്നെയല്ല, അവരനുഭവിച്ച കാര്യം അവർ പറയുന്നുണ്ട്. അതൊന്നും അല്ല, അതിന്റെയൊക്കെ 10 ഇരട്ടിയാണ് ഇതിന്റെ കാലങ്ങളോളം അവിടെ താമസിച്ച് അനുഭവിക്കേണ്ടി വരുന്നത്. ഏതായാലും കേക്ക് അവര് പറയുന്നത്. കൊണ്ടുപോകാന്ന് പറയുന്നത് സിന്ധുവാണ്. സിന്ധുവിനെ ഞാനൊരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് കാണുന്നത് ആദ്യമായിട്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു വേക്കൻസി തരാന്നാണ് അവർ പറഞ്ഞത്. ഇവര് നമ്മളെ ഈ എന്ത് വോയിസ് എടുത്തിട്ടുണ്ടെന്നോ ഒന്നും നമുക്ക് അറിയത്തില്ല. നമ്മുടെ ശരീരത്തിൽ ആൽക്കഹോളും മറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെ കൂടെ ഒരുപാട് കാര്യങ്ങൾ ഇവർ പറയിപ്പിച്ചിട്ടുണ്ട്. ഫോണ് കാര്യങ്ങളെല്ലാം ഇവരുടെ കയ്യിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാ ചെയ്തു കൊടുത്തേന്നോ ഒന്നും ഓർമ്മയില്ല. ശരിക്കും പറഞ്ഞാ നമുക്ക് പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ശരീരം തളർത്തിയിട്ടിട്ടുണ്ട്. ഈ ഓരോ ആൾക്കാർ വരുന്ന സമയത്ത് നമ്മുടെ ഡ്രസ്സ് പോലും അഴിച്ചു കൊടുക്കാൻ അവിടെ പെമ്പിള്ളേരുണ്ടായിരുന്നു. നോക്കാൻ വേണ്ടിയിട്ട് ഇതിൽ പട്ടിയെ തന്നെ ഇവിടെ പിടിക്കാത്ത ഒരു കുട്ടിയുണ്ട്. അവളാണ് ഇതെല്ലാം ചെയ്തിരുന്നത്, എടുത്തതെല്ലാം നല്ല സ്ട്രഗിൾ ചെയ്തിട്ടാണ് നിന്നത്. എന്റെ കുടുംബജീവിതം ആകെ നശിപ്പിച്ചു കളഞ്ഞവരെ റിക്വസ്റ്റ് ചെയ്ത് ഞാൻ എന്ത് തെറ്റാണ് ഇവരോട് ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്റെ ജീവിതം മുഴുവനും നശിപ്പിച്ചു കളഞ്ഞവര്. ഈ മഞ്ജിമ എന്ന് പറയുന്നവള് എന്റെ ഫോട്ടോസ് അയച്ചു കൊടുത്തു അവളുടെ ഫോണിൽ നിന്ന്. അവിടെ അൽസലാം എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട് ബർദുബായില്, അങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത്. നമ്മളൊരു ബാറിന്റെ അങ്ങോട്ട് കയറൂലേ, ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. 607 നമ്പർ റൂമിലാണ് ഉണ്ടായിരുന്നത്, 6ാമത്തെ ഫ്ലോറിൽ. അതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോ തന്നെ ഒരു റൂമാണ്. ആ റൂമിലാണ് ഈ അലീന അടക്കം 7 പേരുണ്ടായിരുന്നത് അന്ന്. ഡ്രിങ്ക്സിന്റെ കുപ്പികള് ഇവര് അവിടെ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരാണ് അവിടെ ഡ്രിങ്ക്സും ഡ്രഗ്സ് എല്ലാം എത്തിക്കുന്നത്. ഒരു CID എന്ന് പറഞ്ഞ ഒരാളുണ്ട്, മഹറൂഫ് എന്ന് പറഞ്ഞിട്ട്. അവനാണ് അവിടെ വന്നിട്ട് ഡ്രഗ്സ് ചെയ്യുന്നതും അവർക്ക് ഡ്രഗ്സ് കൊടുക്കുന്നതും അവനാണ്, പിള്ളേരെ യൂസ് ചെയ്യുന്നതും അവനാണ്. ഇതുപോലെ തന്നെ അവിടെ പാക്കറ്റ്സിൽ ഡ്രഗ്സ് ഉണ്ടായിരുന്നു. ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് പോലും എന്നെ അവർ വെറുതെ വിട്ടിട്ടില്ല. എന്റെ ബാഗേജിൽ 3 പാക്കറ്റാണ് 15 ഗ്രാം അടുത്ത് വരുന്ന ഈ വെള്ളപ്പൊടികൾ വെച്ചിരുന്നത്. നമ്മുടെ ട്രോളി ബാഗിന്റെ ഉള്ളിൽ ഒരു സിബ് ഉണ്ടാവൂലേ, അതിന്റെ ഉള്ളിൽ വെച്ചിരുന്നവര്. അതാവുമ്പോ നമ്മൾ അവിടെ നോക്കത്തില്ലല്ലോ. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് 3 പാക്കറ്റ് കിട്ടിയത്. അത് ക്ലോസിലിട്ട് ഫ്ലഷ് ചെയ്ത് കളഞ്ഞു ഞങ്ങള്. എന്നിട്ടാണ് എയർപോർട്ടിൽ വന്നത്. അതും അബുദാബിന്നാണ് ഞാൻ കയറിയത്. അതുപോലെ ശങ്കരൻ നമ്പൂതിരി അങ്ങനെ ഒരാളുണ്ട്. അയാളും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെ വളരെയധികം ബ്രൂട്ടലായിട്ടാണ് ചെയ്യുന്നത്. പാസ്പോർട്ട് നമ്മുടെ കയ്യിലില്ല, ഒന്നുമില്ലല്ലോ. ഇവരെല്ലാം ഹോൾഡ് ചെയ്ത് വെച്ചേക്കുമല്ലേ. നമുക്ക് ഒരുപാട് ഭീഷണികളുണ്ടായി. ഫാമിലിയിൽ കയറി കളിക്കും. 3 വയസ്സായ കുഞ്ഞാണ്, അതിനെ കൊല്ലുന്നുള്ള ഭീഷണി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് ചെയ്യാൻ, ഒന്നും പുറത്ത് പറയാത്ത രീതിയിൽ. അതിന്റെ അവസാനം അവരുടെ ബാഗിൽ മയക്കുമരുന്ന് വെച്ച് വിട്ടതിന്റെ അർത്ഥം എന്താ, പിടിക്കുകയാണെങ്കിൽ പിടിച്ച് കയറിപ്പോട്ടെ, പിന്നെ പുറലോകം കാണാൻ പോകുന്നില്ല. അത്രയും ഉപദ്രവം കൂടെ ലാസ്റ്റ് ചെയ്ത്. ഇവളൊക്കെ എന്തൊരു ക്രൂരത. ഈ അലീന എന്ന് പറയുന്ന ഇവളെയൊക്കെ സത്യം പറഞ്ഞ ജയിലിൽ കിട്ടിയ തിരിച്ചു വിട്ടിരുത്താം. അതുപോലത്തെ നിയമമാണ് നമ്മുടെ നാട്ടിൽ വരുന്നത്. എത്ര സ്ത്രീകളുടെ കണ്ണീരും ചോരയാണ് അതിൻ്റെ അകത്ത് വന്നത്. ഒരു സ്ത്രീയാണ് ഉപദ്രവിക്കുന്ന ഓർക്കണം, ഒരു മാപ്പും കൊടുക്കരുത്. പക്ഷെ എന്താകും നമ്മുടെ നിയമം എന്നൊന്നും അറിയില്ല. ഒരു എന്താണ് കൊലപാതകത്തിനൊക്കെയുള്ള ജീവപര്യന്തം. ഇവളെയൊക്കെ എന്താണോ ചെയ്യുക എന്ന് ഈ സെക്സ് റാക്കറ്റിനെ പിടിച്ച് നാളെ ഒരിക്കൽ ഇവളും ഒക്കെ പുറത്തിറങ്ങി ഇതിന്റെ അപ്പുറത്തെ അടുത്ത ബിസിനസ് ആയിരിക്കും ചെയ്യുന്നത്, നമ്മൾ കാണേണ്ടി വരുന്നത് വർഷങ്ങൾക്ക് ശേഷം. ഇവളുടെ ഒരു ഇന്റർവ്യൂ തന്നെ വേറെയൊക്കെ ചാനലിൽ കിടപ്പുണ്ട്. ഇവളെയൊക്കെ വളർത്തിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഉന്നത പിടിപാട് കാണും. ഒരു സൈഡിൽ ഭയങ്കര പിടിപാടാണുള്ളത്, മറു സൈഡിൽ റൌഡീസ്. ഇവർക്ക് കൊച്ചിയിലെ ഒത്തിരി ഗുണ്ടകളുമായിട്ട് പിടിപാടുണ്ട്. ആ ഗുണ്ടകളുടെ പിടിപാട് നേരെ എങ്ങനെയാണെന്ന് വെച്ചാൽ പോലീസിലായിരിക്കും, വൻ പോലീസിന്റെ. ആ പോലീസുകാർക്ക് നേരെ രാഷ്ട്രീയക്കാരുമായിട്ട് ബന്ധങ്ങൾ, സിനിമാക്കാരുമായിട്ട് ബന്ധങ്ങൾ, ഇങ്ങനെ ഉന്നത കണക്ഷൻസ് ഇവർക്ക് കിടക്കുന്നത്. നമ്മളെ കാണിക്കാൻ വേണ്ടി ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരുള്ളൂ. നാളെ ഇതിന്റെ അപ്പുറത്തെ ബിസിനസ് വൻ തോക്കുകളുടെ വൻ ഇതോടെ ഇതിനകത്ത് വേറെ ഒത്തിരി പേര് പെട്ടിട്ടുണ്ട്, വേറെ ആൾക്കാരുണ്ട് എന്ന്. ഏത് സാധനത്തിന്റെ ഒരു അറ്റത്ത് പിടിച്ചാലും ഒരു കൊല ഇഞ്ഞു പോരുന്നവരെ പോരാൻ ആൾക്കാരുണ്ട് എന്നാ പറയുന്നത്. പക്ഷെ ഇതുങ്ങളൊക്കെ സത്യത്തിൽ ഒന്നും നമുക്ക് ചെയ്യാനല്ല, നിസ്സഹായരാണ്. ആ സ്ത്രീകളുടെയൊക്കെ ശാപം ഇവളെയൊക്കെ കത്തിക്കണേ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പറയുന്നത് ശാപം കൊണ്ട് കത്തിയെരിയണം. ജീവിതം എടുത്തവളൊക്കെ വല്ല ആത്മഹത്യയും ചെയ്യണം. അത്ര ഉപദ്രവമാണ് ചെയ്തിരിക്കുന്ന സ്ത്രീകളോട്. അത് ഓരോരുത്തർ പോയിട്ട് ഓരോരുത്തരെയൊക്കെ പല ചാനലിലും പല അഭിമുഖങ്ങളിലൊക്കെ ഈ പീഡനത്തിന് റൂമിൽ പൂട്ടിയിട്ടിട്ട് അവരനുഭവിച്ച കാര്യങ്ങളൊക്കെ പലപ്പോഴായിട്ടൊക്കെ ഞാനൊക്കെ വായിച്ചറിഞ്ഞിട്ടുമൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് വായിക്കാൻ പോലും പറ്റത്തില്ല. അതാണ് മയക്കുമരുന്ന് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക, ഫുഡൊന്നും കഴിക്കാം, മദ്യപിക്കാൻ ബലമായിട്ട് വായിലേക്ക് ഒഴിക്കുക, അല്ലെങ്കിൽ മദ്യം എടുത്ത് ഒഴിക്കുക, അല്ലെങ്കിൽ മയക്കുമരുന്ന് കൊടുക്കുക, അബോധാവസ്ഥയിൽ ഇങ്ങനെ ആക്കുക. പിന്നെ ക്രൂരതയുടെ ഒരു വിളയാട്ടാണ് മാസങ്ങളോളമായിട്ട്. ഇതൊരു സ്ത്രീയായ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. മറുസൈഡി അവളും ഒരു സ്ത്രീയാണ്, അവളാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത്. ഇവളെ ഒന്നും വെച്ച് വാഴിക്കുകയേ ചെയ്യരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.